പത്രോസും അപ്പസ്തോലൻ പൗലോസും നൽകിയ ദൈവവചനം വരമൊഴിയായി കേട്ടു വളർന്ന ഞങ്ങൾക്കിന്ന് ആനന്ദം ആനന്ദം, ഞങ്ങൾക്കും ആനന്ദം ആനന്ദം ആനന്ദം, ഞങ്ങൾക്കും ആനന്ദം. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്നും വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നും നമ്മൾ പഠിച്ചു. തുടർന്ന് ലോകത്തെ ജയിക്കാൻ കഴിയുന്നത് ആർക്കാണെന്നാണ് കർത്താവായ യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ഇതിനെക്കുറിച്ച് യേശു പറയുന്നത് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16:33. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മൾ നേരത്തെ യോഹന്നാസിയ പഠിപ്പിച്ചതായ 1 യോഹന്നാൻ 5:18 നമ്മൾ കേട്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ലെന്ന്. പാപം ചെയ്യാത്ത വ്യക്തികൾക്ക് മാത്രമേ ലോകത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ലോകം എന്ന് പറയുന്ന ഒരു അവസ്ഥ വേറെയാണ്. ലോകത്തിൽ ധാരാളം ആഡംബരങ്ങളുണ്ട്, ധാരാളം വ്യത്യസ്തങ്ങളായ ആർഭാടതകളുണ്ട്, കലകളുണ്ട്, വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങളുണ്ട്, വിവിധ തരം വാഹനങ്ങളും അതുപോലെ കൊട്ടാര സമാനമായ ഭവനങ്ങളും എല്ലാം ഉണ്ട് ലോകത്തിൽ. ഇതില്ലെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാം. പക്ഷേ ഇതിനോടെല്ലാം നമുക്ക് ഭ്രമമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ലാത്തതുകൊണ്ടാണ്. കാരണം ദൈവപുത്രൻ്റെ സംരക്ഷണം നമുക്കില്ലാത്തതുകൊണ്ടാണ്. ദൈവപുത്രൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാലിക്കൂട്ടിൽ വന്ന് ജനിച്ചത്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണത്. യേശു എന്തിനാണ് കാലിക്കൂട്ടിൽ വന്ന് ജനിച്ചത്? പൗലോസിയെ പറയുന്നുണ്ട്, യേശയ പ്രവചനത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നമുക്ക് വേണ്ടി അവൻ ദാരിദ്ര്യനായെന്ന്, നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയിട്ട് അവൻ ദരിദ്രനായിട്ട് ജനിച്ചെന്ന്, നമ്മൾ സൗഭാഗ്യവാന്മാരായി ജീവിക്കാൻ വേണ്ടി അവൻ ഭാഗ്യം കെട്ടവനായിട്ട് ജനിച്ചു, നമ്മൾ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അവൻ എല്ലാ ശിക്ഷകളും അവൻ്റെ മേൽ ഏറ്റെടുത്തു, നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ ശിക്ഷയും ദൈവം അവൻ്റെ മേൽ ചുമത്തി, എല്ലാ ദണ്ഡനവും അവൻ്റെ മേൽ വെച്ച്, എല്ലാ പീഡകളും അവൻ്റെ മേൽ വെച്ച്. അതെല്ലാം അവന് സഹിക്കാൻ പറ്റിയത് അവൻ ദൈവമായിരുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യനെ കൊണ്ടത് സഹിക്കാൻ സാധിക്കില്ല. ദൈവമായിരുന്നിട്ട് അതിൻ്റെ ഭാവമൊന്നും കാണിക്കാതെ, ദൈവത്തിൻ്റെതായ സമാനതകളൊന്നും കാണിക്കാതെ, കേവലം ഒരു അണുവിനെ പോലെ മനുഷ്യനോളം ചെറുതായി തന്നെ ശൂന്യനാക്കി ദൈവം എന്നുള്ള ഭാവം എടുത്തു മാറ്റി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ തൻ്റെ എല്ലാ ഭാവങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ചതായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് തന്നെ ശൂന്യനാക്കി, അതേ കുരിശുമരണത്തോളം അവിടെ നിന്ന് ദൈവപിതാവിനോട് അനുസരണമുള്ളവനായി തീർന്നു. അതേപോലെ നമ്മളും ക്രിസ്തു വിശ്വാസികളെ നമ്മളും അത് ആവർത്തിക്കേണ്ടതല്ലേ? നമ്മൾ ഈ ആർഭാടതകളിലും ആഡംബരങ്ങളിലും മതിമറന്ന് ലോകത്തോടൊപ്പം അനുരൂപരായി ജീവിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു വിശ്വാസിയായി തീരുമെന്ന് ആർക്കെങ്കിലും ഒരു ഗ്യാരണ്ടി പറയാമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതായ വ്യക്തികൾക്ക് മാത്രമേ ഈ ലോകത്തിൻ്റെ ആർഭാടതകളെയും ആഡംബരങ്ങളെയും എല്ലാം കീഴടക്കാൻ സാധിക്കുകയുള്ളൂ.
അതിനോടൊന്നും താല്പര്യമില്ലാതെ നടക്കാൻ പറ്റുള്ളൂ. യാക്കോസ്യരുടെ ലേഖനം 4:4 പറയുന്നു, അവിശ്വസ്തരായവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് അറിഞ്ഞുകൂടെ? ലോകത്തോട് മിത്രത്വം പുലർത്താൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവായ യേശുവിൻ്റെ മണവാട്ടിമാരായി വിശ്വസ്തയോടെ ജീവിക്കേണ്ട നമ്മൾ ആ മണവാട്ടിത്വം ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ അധികാരിയുടെ മണവാട്ടിത്വം സ്വീകരിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യാക്കോസി എങ്ങനെ പറയുന്നത് 4:4 അവിശ്വസ്തരായവരെ, ഇംഗ്ലീഷ് വെർഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്, അഡൾട്ടറേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചാരികളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യഭിചാരം നമ്മൾ എവിടെ ചെയ്യണത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരം എന്താണെന്ന് അറിയാമോ? 2 തരം വ്യഭിചാരമുള്ളത്. ഒന്ന് ആത്മീയ വ്യഭിചാരം, 2 ലൗകിക വ്യഭിചാരം. ഏറ്റവും വലിയ പാപം ആത്മീയ വ്യഭിചാരമാണ്. എന്താണ്? തൻ്റെ മണവാളനായ യേശുവിനെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ ആർഭാടതകളും ലൗകിക സമ്പത്തും മറ്റും എല്ലാം കാണിച്ചു തരുന്നതായ പിശാചിൻ്റെ മണവാട്ടിയാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും യത്നിക്കുന്നത്. അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് യാക്കോസി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ശരം കൊള്ളുന്നത് പോലുള്ള, അസ്ത്രം കൊള്ളുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അവിശ്വസ്തരായവരെ, വിശ്വസ്തത വേണ്ടത് എവിടെയാണ്? ദാമ്പത്യ ജീവിതത്തിലാണ് വിശ്വസ്തത വേണ്ടത്. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ മണവാട്ടിമാരായി നമ്മൾ വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്നവരാണെന്ന് 2 കൊരിന്ത്യർ 11 2 മുതൽ വായിക്കുമ്പോൾ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്നതാണ് നിങ്ങളെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതാണ്. പിശാച് തന്ത്രപൂർവ്വം ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കുമെന്നാണ് ഓർത്ത് ഞാൻ വിഷമിക്കുകയാണെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ ലോകത്തിൻ്റെതായ ഓരോ ആഡംബരങ്ങളും ആർഭാടതകളും പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ട് നമ്മളെ ഹവ്വായെ ചതിച്ചതുപോലെ തന്ത്രപൂർവ്വം ചതിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ പേരാണ് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഖനി. ഈ ലോകത്തിൻ്റെ ആർഭാടതകൾ, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഖനിയും അങ്ങനെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ണിന് കൗതുകകരമായിട്ടുള്ളത്, കാഴ്ചയ്ക്ക് രുചികരമായത്, കാണാൻ കൗതുകമുള്ളത്, തിന്നാൻ രുചിയുള്ളതുമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളതായ കയ്പിനെക്കുറിച്ച് കഴിക്കുന്നവനറിയാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലുള്ളതായ വിഷത്തെക്കുറിച്ച് അത് കഴിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. അവസാനം പിശാച് എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി തള്ളിക്കളയും. ഈ ലോകമാകുന്ന നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലാണ് നമ്മൾ കൈവച്ചിരിക്കുന്നത് മക്കളെ. പിശാച് നമ്മളെ യേശുവിൻ്റെ മണവാട്ടിത്വത്തിൽ നിന്ന് തട്ടിയെടുത്ത് അവൻ്റെ മണവാട്ടിയാക്കി നമ്മൾ ഓരോരുത്തരെയും മാറ്റിക്കൊണ്ടേയിരിക്കണം. തന്ത്രപൂർവ്വം ചതിക്കണം അവൻ. അതിൻ്റെ പേരാണ് ആത്മീയ വ്യഭിചാരം. ഏറ്റവും വലിയ പാപമാണത്. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം അതാണ്. മനുഷ്യൻ ഒരേ ഒരു പാപമേ ചെയ്തിട്ടുള്ളൂ. എന്താണത്? അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1:29, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. ഒറ്റ പാപമുള്ളൂ. എന്താണ്? ആത്മീയ വ്യഭിചാരം. സത്യദൈവമായ യേശുവിനെ ഉപേക്ഷിച്ച്, ജീവൻ്റെ വൃക്ഷത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ അരൂപിയാകുന്ന പിശാചാകുന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തെ മനുഷ്യൻ സ്വീകരിച്ചു. അതാണ് പാപം. അതിനെ തുടർന്നാണ് പാപങ്ങളുണ്ടാകുന്നത്. അതിൻ്റെ വേരിയേഷൻസാണ് പാപങ്ങൾ. യഥാർത്ഥ പാപം എന്ന് പറയുന്നതാണ് ആത്മീയ വ്യഭിചാരം. ആ പാപത്തെ ന്യായീകരിക്കാൻ വേണ്ടി മനുഷ്യൻ അനേകം പാപങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണോ നമ്മൾ പോകേണ്ടത്? വിശ്വാസി നമ്മുടെ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ നമ്മൾ? നമുക്കങ്ങനെ ലോകത്തെ കീഴടക്കാൻ പറ്റും? യോഹന്നാൻ പറഞ്ഞതുപോലെ ലോകത്തിന്മേലുള്ള വിജയം ഇതാണ്, നമ്മുടെ വിശ്വാസമാണ്. ആരിലുള്ള വിശ്വാസം? സത്യദൈവമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ലോകത്തിന്മേലുള്ള നമ്മുടെ വിജയം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നതും? ദൈവത്തിൻ്റെ പുത്രനാണ് നമ്മുടെ മണവാളൻ. നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടുത്തെ മണവാട്ടിമാരാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ, പുത്രിമാരാണെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ മണവാട്ടിമാരാണ് നമ്മൾ.
ആ മണവാട്ടിമാരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മണവാട്ടിമാരെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വരവ്. അവരോടൊപ്പം അന്ത്യവിധിനാളിൽ വന്ന് പ്രപഞ്ചത്തെ മുഴുവൻ വിധിക്കുന്ന സമയത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ കഥ ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതിൽ 5 പേര് വിവേകവതികളും 5 പേര് വിവേകരഹിതരുമായിരുന്നു. വിവേകവതികൾ വിളക്കിൽ എണ്ണ കരുതിയിരുന്നു. നമ്മുടെ വിളക്കെന്താണ്? ഹൃദയമാകുന്ന വിളക്കിൽ എണ്ണയാകുന്ന പരിശുദ്ധമായ എണ്ണയാകുന്ന ദൈവവചനം കരുതിയിരിക്കണം നമ്മൾ. അപ്പോഴേ മണവാളം വരുമ്പോൾ അത് കത്തിക്കാൻ മണവാളിന് സാധിക്കുകയുള്ളൂ. ആ ദൈവസ്നേഹമാകുന്ന അഗ്നി കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ തീയിട്ടാൽ മാത്രമേ അത് ആളിപ്പടരുള്ളൂ. ആ ആളിപ്പടരുന്ന വ്യക്തികളാകുന്ന മണവാട്ടിമാരെ മാത്രമേ അവിടെ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. ബാക്കി 5 പേര് മാർക്കറ്റിൽ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് പോയി, ചന്തയിൽ പോയി അവർ എണ്ണ മേടിക്കുക. ചന്തയിൽ കിട്ടുന്നതാണോ ഈ പറഞ്ഞ ദൈവവചനമാകുന്ന എണ്ണ? അല്ല. ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് ദൈവം തന്നിട്ടുള്ള വചനം. ആ വചനമാണ് എണ്ണയായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടേണ്ടത്. നമ്മളത് ശ്രദ്ധിക്കാനും ശ്രവിക്കാനും താല്പര്യം കാണിച്ചില്ലെങ്കിൽ തീർച്ചയായും എൻ്റെ മക്കളെ നമ്മൾ പുറന്തള്ളപ്പെടും. കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ കർത്താവ് പറയും നിങ്ങളെ ഞാൻ അറിയില്ല എന്ന് ആ വിവേകരഹിതകളായ മണവാട്ടിമാരോട്, കാത്തിരുന്ന മണവാട്ടിമാരോട് കർത്താവ് പറഞ്ഞതുപോലെ, കന്യകമാരോട് കർത്താവ് പറഞ്ഞതുപോലെ നമ്മളോടും പറയും. ശ്രദ്ധിക്കുക, സൂക്ഷിച്ചിരിക്കുക. ഇനിയെങ്കിലും കർത്താവായ യേശുവാകുന്ന മണവാളിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ലോകത്തെ കീഴടക്കാൻ പറ്റുള്ളൂ, ലോകത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ചാണ് കർത്താവായ യേശു പറയുന്നത്. യോഹന്നാൻ 16:33 നമ്മൾ നേരത്തെ വായിച്ചു കേട്ടാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഞെരുക്കമുണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചത്. അവരെന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. കാരണം എന്താണ്? നമ്മുടെ മണവാളൻ ലോകത്തെ ജയിച്ചവനാണ്. നമ്മുടെ മണവാളനായ യേശു ക്രിസ്തു ലോകത്തെ ജയിച്ച വ്യക്തിയാണ്, ശക്തിയാണ്. അവനോട് പറ്റിച്ചേർന്ന് നിന്നാൽ, അവനോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ നമുക്ക് ലോകത്തെ കീഴടക്കാൻ സാധിക്കും എന്നാണ് കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ചത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. 1 പത്രോസ് 1:23 അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. റോമാലേഖനം 10-ാം അധ്യായം 6 മുതൽ 8 വരെ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങും എന്ന് പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിൻ്റെ അധരത്തിലും നിൻ്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു. എന്താണ് വിശ്വാസാധിഷ്ഠിതമായ നീതി എന്ന് നമുക്ക് മത്തായി സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 40 വരെ വായിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരും. യേശു പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യമാണ്. അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും കാണിക്കേണ്ട നീതിയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നീതി. ഒരു വിശ്വാസി വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ കാണിക്കേണ്ട നീതിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക. അത് പ്രഥമവുമായിട്ടുള്ള കൽപ്പനയാണ്. അതേപോലുള്ള അതിന് തുല്യമായ മറ്റൊരു കൽപ്പനയെക്കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം നിന്നെ സ്നേഹിക്കുക, അത് കഴിഞ്ഞ് മറ്റുള്ളവരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. നിന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവായ യേശു നമ്മോട് പറയുകയാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നമ്മെ ആദ്യം സ്നേഹിക്കണം. നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കണം,
നമ്മുടെ ജീവനെ സ്നേഹിക്കണം. നമ്മുടെ ഈ ആത്മാവും ജീവനും എവിടെ നിന്നുള്ളതാണ്? ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്, കടമായി ലഭിച്ചതാണ് നമുക്ക്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:8 പറയുന്നുണ്ട്, നമുക്ക് കടമായി ലഭിച്ച ആത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കടമായി ലഭിച്ച ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ഈ ആത്മാവ് ജീവാത്മാവാണ്. ഈ ജീവാത്മാവിൻ്റെ ശക്തികളാണ് നമുക്ക് ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത് ദൈവം നമുക്ക് കടമായിട്ട് തന്നിരിക്കുന്നതാണ്. ഈ കടമായി കിട്ടിയ ആത്മാവ് തരുന്ന ജീവനിലാണ് നമ്മളിപ്പോൾ നിലനിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആത്മാവ് ദൈവാത്മാവായിട്ട് രൂപാന്തരപ്പെടുത്തണം. നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? സത്യമാകുന്ന വചനം ഈ ആത്മാവിനോട് കൂട്ടിവെക്കണം. അപ്പോൾ അതെന്തായിട്ട് മാറും? സത്യാത്മാവായിട്ട് മാറും. സത്യം വചനമാണ്. വചനം പ്ലസ് ആത്മാവ്, വചനാത്മാവ്, അതായത് സത്യാത്മാവായിട്ട് നമ്മുടെ ആത്മാവ് രൂപാന്തരപ്പെടും. അപ്പോൾ നമ്മുടെ ആത്മാവ് സത്യാത്മാവാകുമ്പോൾ നമ്മുടെ ജീവൻ എന്തായിട്ട് മാറും? കർത്താവായ യേശു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവാത്മാവായിട്ട് മാറിയാൽ, സത്യാത്മാവായിട്ട് മാറിയാൽ നമ്മുടെ ജീവൻ എന്ത് ജീവനായിട്ട് മാറും? നിത്യജീവനായിട്ട് മാറും. കാരണം ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നിത്യജീവൻ നൽകുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ സത്യാത്മാവാക്കി മാറ്റാൻ നമ്മൾ അക്ഷീണം പ്രയത്നിക്കുക. അതുവഴി നമ്മുടെ ജീവൻ നിത്യജീവനായിട്ട് മാറും. വിശ്വാസം കൊണ്ട് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. വിശ്വസിക്കണം, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. അതിൻ്റെ അന്തരാർത്ഥങ്ങൾ, വചനത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ കേട്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അതനുസരിച്ച് ജീവിച്ചാൽ ഉത്തമ വിശ്വാസിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും മക്കളെ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുതെന്ന്. യോഹന്നാന്റെ സുവിശേഷം 3:13. കാരണം സ്വർഗത്തിലേക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടോ ഇല്ലെന്ന് കർത്താവായ യേശു പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:13, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറയണത് വിഡ്ഢിത്തരമല്ലേ? സ്വർഗത്തിലേക്ക് ആര് കയറും? ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു അല്ലാതെ മറ്റാരും സ്വർഗത്തിൽ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവായ യേശു അല്ലാതെ മറ്റാരും ചെന്നിട്ടില്ല. അതായത് മൂന്നാം സ്വർഗത്തിൽ ആരും ഇതുവരെ എത്തിപ്പെട്ടതായിട്ട് പറയുന്നില്ല. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാനൊരുവരെ മൂന്നാം സ്വർഗം വരെ പ്രാർത്ഥന കൊണ്ട് എത്തിച്ചതായിട്ട് എനിക്കറിയാം, പക്ഷേ അവൻ കയറിയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയ്ക്ക് കൊടുത്തില്ല. കാരണം വേറൊന്നുമല്ല, മൂന്നാം സ്വർഗത്തിൽ എത്തുക എന്ന് പറയുന്നത് അന്ത്യവിധിക്ക് ശേഷമേ എത്ര വലിയ പുണ്യാത്മാവാണെങ്കിലും എത്തിച്ചേരാൻ പറ്റുള്ളൂ. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. സ്വർഗത്തിൻ്റെ അവകാശം അവിടെ നിന്നാണ്. സ്വർഗം സ്ഥാപിച്ചതും അവിടെ നിന്നാണ്. അവിടെ നിന്നാകുന്ന വചനം കൊണ്ടാണ് സ്വർഗം ഉണ്ടാക്കിയത്, ഭൂമി ഉണ്ടാക്കിയതും ഈ കാണുന്ന അണ്ടകടാഹം മുഴുവനും ഉണ്ടാക്കിയതും വചനത്തെ കൊണ്ട്. അപ്പം യേശു മനുഷ്യപുത്രനാണെങ്കിലും അതോടൊപ്പം തന്നെ ദൈവപുത്രനാണ്. അതുകൊണ്ട് യേശു സ്വർഗത്തിൽ കയറിയിട്ടുണ്ട്, യേശു ഭൂമിയിലും വന്നിട്ടുണ്ട്. യേശുവിനെ എല്ലാ സമയത്തും എല്ലായിടത്തും ഏത് സമയത്തും ഏത് ഗ്രഹങ്ങളിലും ഏത് മണ്ഡലങ്ങളിലും എപ്പോൾ ഏത് പ്രകൃതിയിലും ഏത് അന്തരീക്ഷത്തിലും ഏത് സമയവും ഒരേ സമയം പ്രത്യക്ഷപ്പെടാൻ സാധിക്കുന്നവനാണ് കർത്താവായ യേശു എന്നുള്ള പൂർണ്ണ ബോധ്യം എൻ്റെ വിശ്വാസികൾ നിങ്ങൾക്കുണ്ടോ? യേശു എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ മനുഷ്യനായിട്ട് നമ്മൾ കാണണം, അല്ലാണ്ട് അവിടെ നിന്ന് സമസ്തവുമാണ്. അവിടുത്തെ വലുപ്പത്തെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ യേശയ്യാപ്രവചനം 40:12 മുതൽ വായിച്ചു നോക്കി അറിയാൻ പറ്റും. പ്രൈസ് ലോർഡ്. തുടർന്ന് നമുക്ക് അഥവാ പൗലോസ്ലീഹ പറയുവാണ് റോമാലേഖനം 10:7 മുതൽ, അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങുമെന്നും പറയരുത്. അപ്പോസ്തലപ്രവർത്തനം 2:31 മുതൽ 32 വചനത്തിൽ അതിനകത്ത് പറയുന്നുണ്ട്, യേശു പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, യേശുവിൻ്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ആണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. അപ്പോൾ കർത്താവായ ദൈവമാണ്, പിതാവായ ദൈവമാണ് ക്രിസ്തുവിനെ ഉയർപ്പിച്ച് അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയാൽ എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെ പറയുന്നത് നമുക്ക് 10:8 നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 10:8, എന്നാൽ പിന്നെ എന്താണ് നാം പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിൻ്റെ അധരത്തിലും നിൻ്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ.
വചനം എങ്ങനെ സമീപസ്ഥമായിട്ടുള്ളത് നമുക്ക് കർത്താവായ യേശു അതിനെക്കുറിച്ചൊരു വചനം പറഞ്ഞിട്ടുണ്ട്. മത്തായി വിശേഷം 28:20 യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. യേശു പറഞ്ഞ വാഗ്ദാനമാണ്. കർത്താവായ യേശു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വചനം നമുക്ക് സമീപസ്ഥമാണല്ലോ, നമ്മുടെ കൂടെ വസിക്കുവാൻ ക്രിസ്തു ശിഷ്യന്മാരായി ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന എല്ലാവരിലും ക്രിസ്തു സമീപസ്ഥനായിട്ടുണ്ട്. തുടർന്ന് ഇസ്രായേലിൽ പോലും ഇല്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് യേശുവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച ശതാധിപനെ യേശു അനുഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ലൂക്കാവിശേഷം 7:3-10 വരെ. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ യേശുവിൻ്റെ അടുത്ത് അയച്ചു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. യേശു വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരെ ചിലരെ അയച്ച് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യന് സുഖപ്പെട്ടുകൊള്ളും. നമ്മൾ ഈ കേട്ട വചനത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. നമുക്ക് ശതാധിപൻ്റെ ഭൃത്യൻ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ കർത്താവായ യേശുവിനോട് വന്ന് ശതാധിപൻ്റെ സുഹൃത്തുക്കളായ യഹൂദ പ്രമാണികൾ നിയമജനം വന്ന് കർത്താവായ യേശുവിനോട് കേണപേക്ഷിക്കുകയാണ്. നീ അവനത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. കാരണം എന്താ? ശതാധിപൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അടുത്ത യോഗ്യത എന്താണ്? നമുക്കൊരു സിനഗോഗും അവൻ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ കർത്താവായ യേശു എന്ത് ചെയ്ത് അവരോടൊപ്പം പുറപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ പ്രത്യേകമായി ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഉണ്ടാകണം. ഒന്ന്, ദൈവജനത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവജനത്തിൻ്റെ ഉന്നതിയിൽ, അവരുടെ ആത്മീയ ഉന്നതിയിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ദൈവവചന പ്രഘോഷണവും അതുപോലുള്ള ശുശ്രൂഷകളും ചെയ്യുന്ന വ്യക്തികളായി ജീവിക്കാൻ നമ്മൾ അഭ്യസിക്കണം. അത് ദൈവജനത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിനെ തെളിവ്. അപ്പോൾ ദൈവം നമ്മുടെ മേലെ സംപ്രീതനാകും. തുടർന്ന് അവൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തന്നിട്ടുണ്ട്. സിനഗോഗ് എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനം പ്രഘോഷിക്കാനുള്ള ഇടത്തിൻ്റെ പേരാണ് സിനഗോഗ് എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ ദൈവവചന പ്രഘോഷണം നടത്തുന്ന സിനഗോഗിലാണ്. അതിനുവേണ്ടി ഒരു സിനഗോഗ്, നമ്മളിവിടെ ചാപ്പൽ എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ ചെറിയ കുരിശുപള്ളികൾക്ക് പറയുന്ന, അവർ പറയുന്ന സിനഗോഗ് എന്നാണ്. അവിടെ ഇപ്പോൾ നമ്മുടെ പല കുരിശുപള്ളികളിലും ദൈവവചന പ്രഘോഷണം നടക്കുന്നുണ്ട്. പ്രാർത്ഥനാ ശുശ്രൂഷകൾ പലയിടത്തും നടക്കുന്നുണ്ട്. കൊച്ചിയിലൊക്കെ ധാരാളം ചാപ്പലുകളിൽ ഇതുപോലെ ദൈവവചന പ്രഘോഷണം നടക്കുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ സിനഗോഗുകളിൽ ദൈവവചന പ്രഘോഷണമാണ് നടന്നിരുന്നതെന്ന്. അപ്പോൾ ഈ ശതാധിപൻ അയാൾക്കുണ്ടായിരുന്ന സമ്പത്തിൽ നിന്ന് കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ, യഹോവയുടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിയിച്ചു കൊടുത്ത വ്യക്തിയാണ്. ഇതാണ് അയാളുടെ യോഗ്യതയായിട്ട് കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ യഹൂദ പ്രമാണികൾ അവതരിപ്പിക്കുന്ന 2 യോഗ്യതകൾ. ഒന്ന്, ദൈവവചനത്തെ സ്നേഹിക്കുന്ന അവസ്ഥ. 2, സിനഗോഗ് പണിയിച്ചു കൊടുത്ത അവസ്ഥ. നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം പ്രചരിപ്പിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സത്യവചനം ലോകമെങ്ങും എത്തിക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനുവേണ്ടി ഇന്നു മുതലൊന്ന് പരിശ്രമിക്കുക. അപ്പോൾ ദൈവം എന്താ ചെയ്തതെന്ന് അതിനകത്ത് പെട്ടെന്ന് തുടർന്ന് പറയുന്നുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. ഇത് കേട്ടപ്പോൾ തന്നെ കർത്താവ് മറ്റൊന്നും നോക്കിയില്ല, അവരോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടു. അവൻ യോഗ്യതയുള്ളവനാണ്, അവൻ്റെ ഭൃത്യന് സൗഖ്യം കൊടുക്കാൻ യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് അവരോടൊപ്പം പുറപ്പെട്ടു. യേശു വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ എളിമത്തം കൊണ്ട് അയാൾ എന്ത് പറഞ്ഞെന്നറിയാം? കർത്താവെ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. കാരണം എൻ്റെ കീഴിലും ഭൃത്യന്മാരുണ്ട്. അവരോട് ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ പോവും, വരിക എന്ന് പറഞ്ഞാൽ വരുകയും ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും പൂർണ്ണമായി ബോധ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിജാതീയനായ ശതാധിപനെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ശതാധിപനാണ് ഈ പറഞ്ഞത്, കർത്താവ് അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. കാരണം ഭൃത്യനിൽ പിടിപെട്ടിരിക്കുന്നതായ ബാധ കർത്താവിൻ്റെ ആജ്ഞാനുവർത്തിയായ ബാധയാണെന്ന് ശതാധിപന് ബോധ്യപ്പെട്ടു. കർത്താവ് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, ബാധേ നീ ഇങ്ങോട്ട് പോര്, അല്ലെങ്കിൽ വ്യാധി നീ ഇങ്ങോട്ട് തിരിച്ചു പോര് എന്ന് പറഞ്ഞാൽ പോരുമെന്ന് ആർക്കറിയാമായിരുന്നു? ശതാധിപൻ അറിയാമായിരുന്നു. അയാൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അയാൾ. കാരണം 78-ാം സങ്കീർത്തനത്തിൽ 49-50 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: ദൈവം ഈജിപ്തുകാരുടെ ഇടയിലേക്ക് തൻ്റെ ഉഗ്രകോപം, ക്രോധം, രോഷം, ദുരിതം എന്നിങ്ങനെ സംഹാരദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു. ദൈവം തൻ്റെ കോപത്തെ അഴിച്ചുവിട്ട്
അവിടെ നിന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല, അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവാണ് ഈ മഹാമാരികളും ഉഗ്രകോപവും ക്രോധവും ദുരിതവും വ്യാധിയും പകർച്ചവ്യാധിയും എല്ലാം അയക്കുന്നത്. അപ്പോൾ ആ കർത്താവിന് അതിനെ തിരിച്ചു വിളിക്കാനുള്ളതായ അധികാരവുമുണ്ട്. ഇത് ശതാധിപൻ പഠിച്ചിരുന്നു, സങ്കീർത്തനം പഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു അയാൾ. നിയമാവർത്തന പുസ്തകം 32 പറയുന്നുണ്ട്, 22, 24 വചനങ്ങളിൽ പറയുന്നുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള ദൈവത്തിൻ്റെ സംഹാരദൂതന്മാരെ കുറിച്ച് അതിനകത്ത് പറയുന്നു. അപ്പോൾ കർത്താവാണ് ഇങ്ങനെയുള്ളതായ വ്യാധികളെയും ആദികളെയും പകർച്ചവ്യാധികളെല്ലാം അയക്കുന്നത്. അല്ലാണ്ട് പിശാചൊന്നും കൊണ്ടുവരുന്നതല്ല, അവനതൊരു അധികാരമില്ല അതിന്മേൽ. കർത്താവ് അറിയാതെ പട്ടണത്തിൽ അനർത്ഥം ഉണ്ടാവുമോ? ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 3:6 പറയുന്നു. കർത്താവ് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള മഹാമാരികളും പകർച്ചവ്യാധികളും എല്ലാം ഉണ്ടാകുന്നത്. നമ്മളത് മനസ്സിലാക്കി കർത്താവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി ശതാധിപൻ മനസ്സിലാക്കിയതുപോലെ അയാളെപ്പോലെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. കർത്താവിൻ്റെ സൗഖ്യം അയാളുടെ ഭൃത്യൻ അതുവഴി ഏറ്റുവാങ്ങി, സൗഖ്യം കിട്ടിയ അയാൾക്ക്. അതുപോലെ നമ്മൾക്കും നമ്മുടെ ആത്മാവിലുള്ള എല്ലാ അശുദ്ധികളും കർത്താവായ യേശുവെ ഒരു വാക്ക് നീ അരുളി ചെയ്താൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. കുർബാനയിൽ അത് പറയുന്നുണ്ട്, ലാറ്റിൻ കുർബാനയിൽ അത് പറയുന്നുണ്ട്. കർത്താവ് അവിടെ നിന്നൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്ന്. നമ്മളും അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവെ, ഞങ്ങൾ കേട്ട വചനപ്രകാരം ഞങ്ങളുടെ ആത്മാവിൻ്റെ ആദികളും വ്യാധികളും അവിടെ നിന്നൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി. ശതാധിപൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ആത്മാവും ശരീരവും മനസ്സും സുഖം പ്രാപിക്കും. ഞങ്ങളിലുള്ള എല്ലാ അശുദ്ധികളും ഞങ്ങളെ വിട്ടുപോകും. തുടർന്നുള്ള ജീവിതം ശതാധിപനെ പോലെ ഉറച്ചതായ, ഇസ്രായേലിൽ പോലും ഇല്ലാത്തതായ വിശ്വാസത്തിൽ കടന്നു വരുവാനും അതുവഴി ഞങ്ങൾക്ക് നിത്യസൗഭാഗ്യത്തിന് അർഹരായി തീരുവാനും യേശുവെ അവിടുന്ന് ഞങ്ങളുടെ കരുണയായിരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സർവശക്തനും അനന്തകരണാധിപനായ കർത്താവായ യേശുവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്.